കഥയുടെ ബാക്കി കഥ അറിയണ്ടേ? കണ്ണകിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോഴോ നിറയെ രത്നങ്ങൾ, രാജ്ഞിയുടെ ചിലമ്പ് പൊട്ടിച്ചപ്പോഴോ വെറും മുത്തുകൾ മാത്രം. സത്യം തെളിഞ്ഞു. രാജാവ് നെടുഞ്ചെഴിയൻ തന്റെ തെറ്റ് മനസ്സിലാക്കി. പക്ഷേ ഐതിഹ്യം പറയുന്നത് അതേ നിമിഷം കുറ്റബോധവും ദൈവിക ശക്തിയും കൊണ്ട് രാജാവ് സിംഹാസനത്തിൽ തന്നെ മരിച്ചു വീണു. ന്യായം തെളിഞ്ഞാലും കണ്ണകിയുടെ വേദന മാറിയില്ല. അവളുടെ പതിവ്രത ശക്തി ധർമാഗ്നിയായി മാറി. അവൾ തൻ്റെ ഇടതുമുലയുടെ മാറാടെടുത്ത് നിലത്തേക്കെറിഞ്ഞു. അന്ന് മധുര നഗരം തീ കൊണ്ട് നശിച്ചു. പക്ഷെ ബ്രാഹ്മണർ, സന്യാസികൾ, കുട്ടികൾ, നിരപരാധികൾ ആരെയും തീ തൊട്ടില്ല. ഇത് പ്രതികാരമല്ല, നീതിയുടെ ശിക്ഷയായിരുന്നു. നഗരം നശിച്ച ശേഷം മധുരയുടെ ദേവിയായ, അതായത് ചെഞ്ചാർക്കാളി എന്നറിയപ്പെടുന്ന കൊറ്റേവി കണ്ണകിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി പറഞ്ഞു, നിന്റെ ധർമ്മം പൂർത്തിയായി. ഇനി നീ മനുഷ്യ സ്ത്രീയല്ല, നീ ദൈവിക ശക്തിയാണ്. അവളുടെ വാക്കുകളോടെ കണ്ണകിയുടെ കോപം പതിയെ ശാന്തമായി. കണ്ണകി കന്യാകുമാരി വഴി യാത്രയായി 3 കടലുകൾ ഒന്നിക്കുന്ന തീരത്ത് അവൾ ഏറെ നേരം നിന്നു. അവിടെ അവളുടെ കോപം കണ്ണീരായി മാറി. പിന്നീട് അവൾ പശ്ചിമഘട്ടം കടന്ന് കേരളത്തിലേക്ക് എത്തി. ജനവിശ്വാസം അനുസരിച്ച് അവൾ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സന്നിധിയിലേക്കാണ് പോകുന്നത്. യാത്രക്കിടയിൽ അവൾ ആറ്റുകാൽ എന്ന സ്ഥലത്തെത്തി. കിള്ളിയാറ്റിൽ കുളിക്കുകയായിരുന്ന മുല്ലുവീട്ടിൽ തറവാട്ടിലെ കാരണവർ ഒരു ചെറിയ പെൺകുട്ടിയെ കണ്ടു. പെൺകുട്ടി പറഞ്ഞു, അപ്പൂപ്പ, എനിക്ക് 6 കടക്കണം. വൃദ്ധൻ അവളെ കൈപിടിച്ച് 6 കടത്തിക്കൊണ്ടുപോയി. വീട്ടിലെത്തിയപ്പോൾ അവൾ പെട്ടെന്ന് അപ്രത്യക്ഷയായി. അന്ന് രാത്രി വൃദ്ധന്റെ സ്വപ്നത്തിൽ വന്ന് അവൾ പറഞ്ഞു, ഞാൻ കണ്ണകിയാണ്, എനിക്കിവിടെ ഒരു ആലയം വേണം. നിന്റെ തോട്ടത്തിൽ 3 സ്വർണരേഖകൾ കാണുന്നിടത്ത് പ്രതിഷ്ഠിക്കുക. പുലർച്ചെ വൃദ്ധൻ നോക്കിയപ്പോൾ ശരിക്കും 3 രേഖകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം സ്ഥാപിതമായത്. മധുരയിൽ കണ്ണകി ക്രോധാഗ്നിയാണ് എങ്കിൽ ആറ്റുകാലിൽ കണ്ണകി ദയാവമയിയായ അമ്മയാണ്. അതുകൊണ്ടാണ് ദേവിയെ കണ്ണകി, ഭദ്രകാളി, അന്നപൂർണേശ്വരി എന്നിവയായി ആരാധിക്കുന്നത്. കുംഭമാസത്തിലെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ അമ്മയ്ക്ക് പൊങ്കാലയിടുന്നു. വിശ്വാസം പറയുന്നു അമ്മ തന്നെ ഒരു ഭക്തയായി പൊങ്കാലയിൽ വരുന്നു. ആറ്റുകാലമ്മ ഒരു ദേവിയുടെ കഥ മാത്രമല്ല, അത് കണ്ണകിയുടെ വേദന കരുണയായി മാറിയ ഒരു മഹത്തായ ഐതിഹ്യമാണ്. വേദന തീയായപ്പോൾ അവൾ നീതിയായി, നീതി ശാന്തിയായപ്പോൾ അവൾ അമ്മയായി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.